ഹലോ ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡ് നമ്പർ 79. ഇന്ന് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് 77ാമത്തെ ഉച്ചക്കലത്തെ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ്. കഴിഞ്ഞ ശനിയാഴ്ചത്തെ ഞായറാഴ്ചത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിലേ ആയിട്ടാണ്. അങ്ങനെ ആ ഒരു ദിവസം കഴിയും. പിന്നെ 78ാമത്തെ ദിവസമാണ് ഇന്ന് രാവിലെ പാട്ടൊക്കെ ഇട്ട് ദിവാലിയുടെ. സോ ഇന്നത്തെ പ്രത്യേകത ക്യാപ്റ്റൻസി ടാസ്ക് ആണ്. ആര്യൻ, അക്ബർ, നിവിൻ ഇവർ 3 പേരാണ് ക്യാപ്റ്റൻസി ടാസ്ക് പ്രഖ്യാപിക്കുകയാണ്. ചെറിയൊരു 3 പേര് ക്യാപ്റ്റൻ ആയിട്ട് പ്രഖ്യാപിക്കുകയാണ്. നല്ല 600 പേര് ക്ലാസ്സിൽ 20 പേരൊക്കെ ഉണ്ട്, 22 പേരൊക്കെ അനീഷ് 100 ക്യാപ്റ്റൻ. പുച്ഛിച്ചൊക്കെ തള്ളുകയാണ്. സത്യത്തിൽ ഇതൊക്കെ ഈ ഫൈനൽ സ്റ്റേജ് എത്തി നിൽക്കുന്ന സമയത്ത് അനുമോൾക്ക് ഗുണം ചെയ്യത്തേ ഉള്ളൂ. അനുമോളുടെ ORM-നും BRM-നും എല്ലാ RRM-നും എല്ലാത്തിനും ഇത് നല്ലൊരു ഗുണം ചെയ്യും. കാര്യം ഇവന്മാരുടെ ഈ ഒരു പ്രവൃത്തി താഴെ BGM-ഉം KTM-ഉം ഇട്ട് കഴിഞ്ഞാൽ പക്കാരെ അത് അനുമോൾക്ക് ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് വരും. ഈ കിഴക്കന്മാര് പിന്നെ എടുത്ത് പറയേണ്ട ഒരു വ്യക്തി എവന്റെ വെറുപ്പി ലിറ്ററലി പിടിച്ച് കിട്ടി കളിക്കാൻ തോന്നും. ആകെ ഉള്ളത് കിച്ചൺ ടീം, ബാത്റൂം ടീം, ഫ്ലോർ ടീം, വെസൽ ടീം, 4 ടീമാണ്.
ഇവന്മാര് പുതിയൊരു ടീമിനെ ഇടുക. ഹൗസിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം രാവിലെ ആരെങ്കിലും എണീറ്റിട്ട് പുതപ്പ് മടക്കി വെച്ചില്ലെങ്കിൽ ഈ ടീം പോയി. ടീമിനകത്ത് ആരാണ് അനുമോളി പോയി. സ്വന്തം വീട്ടിലാണെങ്കിലും വല്ലവന്റെ വീട്ടിലാണെങ്കിലും ഒരുത്തൻ ബേസിക് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് പുതപ്പ് മടക്കി വെക്കുക. സ്വന്തം വീട്ടിലാണെങ്കിൽ വെക്കാതിരിക്കാം, നാട്ടുകാരും കാണുന്നില്ല. ബിഗ് ബോസ് ഹൗസ് ആണെങ്കിൽ നാട്ടുകാരെല്ലാം കാണുന്നതാണ്. അത് മടക്കി വെക്കേണ്ട ബേസിക് ആണ്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ നിയമിക്കുകയാണ്. അത് ആരാണ്? നെവിൻ. ഭൂലോക വരിയൻ. ബിഗ് ബോസ് ഹൗസിലെ 50 പേരെയാണ്. എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. പൊട്ടത്തരം വിളിച്ചു പറയുന്ന ഗുണമല്ലാതെ വേറെ ഒരു കാര്യമില്ല. പിന്നെ കുറച്ച് തല്ലി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതല്ലാതെ ഇവരെ കൊണ്ട് വേറെ ഒരു പണി പറയത്തില്ല. ഇന്നൊരു എൻട്രൻസ് ടാസ്ക് കൊടുക്കുന്ന സമയത്ത് ഒരു പ്രസവ വേദനയാണ്. അവിടെ കിടന്ന് കാണിക്കുന്ന ലെവലിൽ കണ്ടിട്ട് എന്റെ പൊന്നെ ഇവനൊക്കെ എന്തിനാണ് ബിഗ് ബോസ് ഹൗസിലോട്ട് പോയത്. അപ്പൊ ഈ 3 ക്യാപ്റ്റന്മാരും കൂടെ ഈ പുറത്ത് മടക്കി വെക്കുക. അതുപോലെ തന്നെ ആ സോഫയിലൊക്കെ ഉള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അനുമോളെ നിയമിക്കുകയാണ്. ആ സമയത്ത് നൂറയും കൂടെ എന്ന് പറഞ്ഞിട്ട് എന്റെ ടീം കൂടെ അത് നിയമിച്ചത് ഇന്ന് അക്ബറിന്റെ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തോ ഒരു ഗുണ്ടാണ് ഏതാണ്ട് ആ ഒരു ഗുണ്ടാ സെറ്റപ്പിലാണ് എനിക്ക് പറഞ്ഞത്. ആ ഒരു ക്യാപ്റ്റൻ പിന്നെ ഇന്ന് വകയായിരുന്നു നല്ല പരിപാടിയാണ്. അതിനകത്തൊരു വെറൈറ്റി ആദ്യം നമ്മുടെ അനീഷിനെയാണ് വിളിക്കുന്നത്. അനീഷ് നൂറ സേഫ് ഗെയിമാണ്. ചിരി മാത്രമേ ഉള്ളൂ. പൊട്ടൻഷ്യൽ സാബുവിനെ പിന്നെ സാബുവിനോട് എന്തോ ഒരു പേഴ്സണൽ വൈരാഗ്യം ഉണ്ടെന്ന് തോന്നുന്നത്. ബേബി അതൊക്കെ വെച്ചിട്ടാണ് സാബുവിനെ നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. സാബുവിന് ഇവിടെ കുറച്ച് സോഫ്റ്റ് ടാർഗറ്റ്സ് ഉണ്ട്. അതിനകത്തുള്ള ഒരാളാണ് അനീഷും അതുപോലെ തന്നെ നെവിനും പിന്നെ സംടൈംസ് അനുമോളും. ഇവര് 3 പേരുമാണ് സാബു ടാർഗറ്റ് ചെയ്യുന്നത്. ഇടയ്ക്കുന്ന അക്ബർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അക്ബറിന്റെ അങ്ങോട്ട് അധികം ടാർഗറ്റ് ചെയ്യുന്നത് സാബു ഉണ്ടില്ല. സാബുവിന്റെ സോഫ്റ്റ് ടാർഗറ്റ്സ് ഇവരാണ്. ഹാർഡ് ടാർഗറ്റ് എന്ന് പറയാൻ പറ്റില്ല, സോഫ്റ്റ് ടാർഗറ്റ്. അത് കഴിഞ്ഞിട്ട് നെവിന്റെ പേരാണ് വിളിക്കുന്നത്. നെവിന്റെ പേര് വിളിക്കുന്ന സമയത്ത് നെവിൻ നോമിനേറ്റ് ചെയ്യുന്ന ഒരാൾ സാബുവിന്റെ പേരാണ്, അനുമോളുടെ പേരാണ്. അനുമോളുടെ പേര് പറയുന്നത് അനുമോള് ടാസ്ക് വളരെ കാര്യങ്ങൾ ഫണ്ണായിട്ട് വളരെ വീക്കാണ് എന്ന് പറയുന്നത്. അക്ബർ അതിയായ ആഗ്രഹമായിരുന്നു ആദിലയും രണ്ടുപേരും ഒരുമിച്ച് ഈ ഒരു നോമിനേഷൻ. പക്ഷേ ചെറുതായിട്ട് പാളിപ്പോയി. ആദില നോമിനേഷനിൽ വരത്തില്ല. അത് കഴിഞ്ഞിട്ട് നൂറ വന്നിട്ട് അക്ബറിന്റെ പേരും ആദിന്റെ പേരും കൂടി നടന്ന് നോമിനേറ്റ് ചെയ്യാൻ ഇരിക്കുമ്പോൾ ബാക്കിയുള്ളവരെ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവുന്നു. അങ്ങനെ നൂറ കൂടി ഡ്രസ്സിംഗ് റൂമിനകത്ത് കയറുന്നുണ്ട്. പാടി നടക്കുന്നത് ഇത് പറ്റത്തില്ല, എവിടെയാണ് തന്നെ നോമിനേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അക്ബറിന്റെയും ആര്യന്റെയും പേര്. അതുകൊണ്ട് സാബു ആണ് നെവിന്റെയും അനീഷിന്റെയും പേരാണ് സാബു പറയുന്നത്. സാബു നോമിനേറ്റ് ചെയ്തതിനു ശേഷം അക്ബർ പറയുന്നത് ആദിലയുടെ പേര് പറയുന്നുണ്ടായിരുന്നു. അതിനാണ് ഞാൻ സിഗ്നൽ തന്നത്. ആദിലയ്ക്ക് ഒരു മിനിറ്റ് മാത്രമാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. അക്ബർ മാത്രമാണ്
ഇതിൽ പറയുന്ന ഒരു പേര് അക്ബറിന്റെ അത് കഴിഞ്ഞിട്ട് അനീഷിന്റെ പേരാണ് രണ്ടാമത് ആറില് പറയുന്നത്. അനീഷിന്റെ വോട്ട് 2 പേരുണ്ട്. ആര്യനും സാബുവും അനീഷിന്റെ പേര് പറയുന്നുണ്ട്. ആദ്യം ഷാനവാസിന്റെ പേരിട്ടുണ്ടാവുമായിരുന്നു. ഷാനവാസിന് ഒരു വോട്ടാണ് കിട്ടിയത്. ഷാനവാസിന്റെ പേര് പറഞ്ഞത് ആര്യം മാത്രമാണ്. വേണമെങ്കിൽ ആദ്യത്തിലേക്ക് അവിടെ ഷാനവാസിനെ ഒരു വോട്ടോട് കൊടുത്തിട്ട് ഷാനവാസിനെയും കൂടെ ഈ ഒരു നോമിനേഷൻ പിടിച്ചിട്ടായിരുന്നു. ആദ്യം അത് ചെയ്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസാണ് അടുത്തത് വരുന്നത്. ഷാനവാസ് മാത്രമേ ഉള്ളൂ ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. എന്നിട്ട് ഷാനവാസിനെ ഇടിച്ചു കഴിഞ്ഞാൽ ഷാനവാസ് തിരിച്ചടിക്കും. അത് ഉറപ്പാണ്. 100% പണികളുള്ള എല്ലാം എടുത്തു നോക്കിയിട്ട് അങ്ങനെയാണ്. ഷാനവാസിന്റെ പേര് പറയാത്തതിന്റെ പേരിൽ ഷാനവാസ് ആര്യയുടെ പേരോട് കിട്ടിയിട്ടില്ല. ആ ഷാനവാസ് പറയുന്നത് ആര്യന്റെയും അനുമോളുടെയും പേരാണ്. ഷാനവാസിന്റെ മുമ്പിൽ 3 ഓപ്ഷൻ ഉണ്ടായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ആര്യ രണ്ടുപേരെ നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പക്ഷെ ആദ്യം നൈസാണ് ഒഴിവാക്കിയിട്ട് അനുമോളുടെയും ആര്യന്റെയും പേരാണ് ഷാനവാസ് എടുത്തിട്ടുള്ളത്. അത് നല്ല ത്രില്ലിംഗ് ഗെയിമാണെന്ന് പറയാം. കാര്യം എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി അനുമോളെക്കാളും ആര്യനേക്കാളും വീക്ക് പ്ലെയറാണ് ആദ്യ. ആദ്യം ഈ ആഴ്ച അടുത്താഴ്ച പക്ഷേ ഈ ആഴ്ചയിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയറിനെ പുറത്താക്കാൻ കിട്ടുന്ന ചാൻസാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് ഷാനവാസാണ് അനുമോളുടെയും ആര്യന്റെയും ഇത് കേട്ടാണ് നമ്മുടെ സാബു അനുമോള് നെവിൻ ഇവർ തമ്മിൽ ചെറിയൊരു അടി ഉണ്ടാവും. പ്രത്യേകിച്ച് സാബു ഇട്ട് മുടയുന്നുണ്ട്. ഇതിന് തൊട്ട് മുമ്പ് ഇവർ തമ്മിൽ ചെറുതായിട്ട് നടക്കും. സാബു ഇവനെ പോലെ ഒരു തരികടം റോഡിനെ ഇവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഇടയ്ക്ക് നെവിനുമായിട്ട് ഉണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോൾ സാബു 1-2 ഡയലോഗ് അടിക്കുന്നുണ്ട്. നല്ല കൊള്ളിച്ചാണ് കൊടുക്കുന്നത്. നിന്റെ പോലെ പെരുങ്കള്ളനാണോ വേണ്ടി വന്നതല്ല. അവന്റെ കോസ്റ്റ്യൂമാണ് കഴിഞ്ഞ കള്ളൊക്കെ കള്ളൻ പേര് എവിടെ കേൾക്കുമ്പോൾ ആരും ഓർമ്മ ഇവന്റെ മുഖമാണ്. സീരിയസ്ലി ഈ എൻറ്റയർ സീസൺ എടുത്ത് നോക്കുവാണെങ്കിൽ എൻറ്റയർ എന്ന് പറഞ്ഞാൽ 1 തൊട്ട് 7 വരെയുള്ള എല്ലാ സീസൺ എടുത്ത് നോക്കുവാണെങ്കിലും ഇവരെ കള്ളനെ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നില്ല. ഇവരെ കള്ളത്തരങ്ങളാണ് ഇതിന്റെ ഇടയിൽ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. ഇത്രയും ലോങ് ഉടായ്പത്ര കാണുന്നത് ഇത് വരെ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആര്യനായിരുന്നു വീക്കിലി ടാസ്കിനകത്ത് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്നത്. അപ്പൊ ടിക്കറ്റ് ഫിനാലയിൽ അവനൊരു അഡ്വാൻറ്റേജ് കിട്ടുമെന്ന് അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഈ ഒരു ടാസ്കിൽ 5 മിനിറ്റ് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യൻ എത്ര മിനിറ്റ് നിൽക്കുന്നോ അതേ പ്ലസ് 5 മിനിറ്റൂടെ കിട്ടും. ഇതിനകത്ത് ബിഗ് ബോസ് എല്ലാവരുടെയും ഹൈറ്റിനനുസരിച്ചിട്ടാണ് കേട്ടോ ആ ഒരു സാധനം പിടിച്ചു വെച്ചേക്കുന്നത്. ഇവരങ്ങ് വയ്യ ഇവനവിടെ കിടന്നില്ല. അയ്യോ ഞാൻ ഇപ്പൊ പ്രസവിക്കുന്നു അനുമോളോട് പറയുന്നുണ്ട്. കൊച്ചു വരാൻ റായോടാ കൊച്ചു വരാൻ റായോടാന്ന് അനുമോള് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഇവനെ. എന്നിട്ട് ഇവന് അങ്ങനെ ഈ ഒരു ടാസ്ക് 10 മണിക്കാണ്
ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവൻ എന്നിട്ട് അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്യാണ്. അങ്ങനെ നിൽക്കണ്ടെങ്കിൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്യും. ആ റൂളിന് എഗനിസ്റ്റ് ആണെങ്കിൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നില്ല. അങ്ങനെ ഇവൻ അവിടെ കിടന്നങ്ങ് മെഴുകാണ്, പട്ടിഷ കാണിക്കുകയാണ്. ഓരോരുത്തരും ഔട്ടാവും കിടന്ന് പട്ടിഷ കാണിക്കുകയാണ്. വലിയ ഗുണാണ്ട് കളിക്കാൻ നിൽക്കുകയാണ്. എന്നിട്ട് ഇത് കഴിഞ്ഞ് ഒരു 10-15 ആകുമ്പോഴത്തേക്ക് അനീഷും ഔട്ടാവും. അനീഷിന് 3 പോയിന്റാണ് കിട്ടുന്നത്. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിയും. 10-25 ആകുമ്പോഴത്തേക്ക് അക്ബറും ഔട്ടാവും. അക്ബറിന് 4 പോയിന്റാണ് കിട്ടുന്നത്. അക്ബർ ഔട്ടായി കഴിഞ്ഞ ശേഷം എന്താണ്ട് അനുമോളെ നിൽക്കുന്ന പോലെ നിൽക്കണമെങ്കിൽ എനിക്കും നിൽക്കാന്ന് പറഞ്ഞിട്ട് ഇവനും ചാടിയാണ് അതിനകത്ത് കയറി പിടിക്കാൻ പോകും. അപ്പൊ ബിഗ് ബോസ് അനൗൺസ് ചെയ്യും നെവിൻ ഔട്ടായതല്ലേ. അപ്പൊ ഷാനവാസ് അവിടെ പറയുന്നത് നീ നിന്റെ പണി നോക്കിയാൽ മതി എന്നാണ് ബിഗ് ബോസ് പറഞ്ഞതിന്റെ അർത്ഥം. ഇവൻ അവിടെ ഇത്രയും നേരം വാദിച്ചുകൊണ്ടിരിക്കുന്ന അനുമോളെ നേരം ഇവൻ 10 മിനിറ്റ് പോലും തികച്ചു നിന്നില്ല. ആ നാറി അവൻ അങ്ങനെ തന്നെ നിന്നത്. ഓക്കെ, ഇങ്ങനെ ചരിഞ്ഞാണെങ്കിലും ഇങ്ങനെയാണെങ്കിലും എങ്ങനെ നിൽക്കാനാണെങ്കിലും ആ ഒരു ടാസ്ക് കൈ ഇങ്ങനെ പിടിക്കുക, കാല് താഴെ മുട്ടിക്കുക എന്ന് മാത്രമേ ആ ടാസ്ക് കെട്ടി പറഞ്ഞുള്ളൂ. ചരിഞ്ഞ് നിൽക്കാൻ പാടില്ല, വളഞ്ഞ് നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ കൈ വിട്ട് കഴിഞ്ഞാൽ ഔട്ട്. ഇതാണ് ടാസ്ക് കെട്ടി പറഞ്ഞ കാര്യം. അതിനകത്ത് നമുക്ക് എങ്ങനെ ഇവന്റെ ഈ ആ ഒരു ഇത് കണ്ടപ്പോൾ അനുമോളോട് വെറുക്കുന്നത് പോലും ചിലപ്പോൾ അനുമോളോട് ഇവനെ അപ്പുറത്ത് അമ്മാതിരി വെറുപ്പിക്കുന്ന പെർഫോമൻസ് ആണ് മിസ്റ്റർ നെവിൻ പെരേര നടത്തുന്നത്. അത് കഴിഞ്ഞൊരു 10-30 ആയപ്പോഴത്തേക്ക് ആദിലേക്ക് പോയി ഷാനവാസ് എല്ലാവരോടും പിടിച്ചാണ് താഴെ ആദിലെയാണ് പിടിച്ച് എന്നിട്ടാണ് കണ്ടുകൊണ്ട് ആദിലെ പൊക്കിയെടുക്കുന്നത്. കുറെ അതിനകത്ത് പെട്ടക്കിയാണ് പൊക്കിയെടുത്ത് കാരണം സ്നേഹം ഭയങ്കര കയറിയാണ്. കുറയ്ക്കുന്നത് കൈകൊണ്ട് വരാനും പറ്റുന്നില്ല എന്നൊരവസ്ഥ. ഇത് കഴിഞ്ഞ് 17 നിങ്ങൾ ഇതേ കാര്യങ്ങളെ പഠിക്കുന്നു. അനുകൂല നൂറ സാമാരി ഇവര് 4 പേരും ബാക്കി 5 പേരും ആദില അക്ബർ അനീഷ് ഒരു മണിക്കൂർ തന്നെ അവരെ കൊണ്ട് പറ്റാതെ അവർ പോയി. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ നെവിനാണെങ്കിലും അക്ബർ ആണെങ്കിലും ഷാനവാസ് ആണെങ്കിലും നല്ല ബോഡി വെയിറ്റ് ഉള്ള ആളുകളാണ്. പിന്നെ ആദില ബോധം കിട്ടുന്ന ആളുകളാണ്. പക്ഷെ അനീഷും അത്യാവശ്യം ബോഡി വെയിറ്റ് ഉള്ള ആളാണ്. എനിക്ക് തോന്നുന്നു അനീഷിനെ ഒന്നുകൂടെ ഒന്ന് പിടിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ നിൽക്കാമായിരുന്നു എനിക്ക് തോന്നി കേട്ടോ. ഇതിനുശേഷം 12 മണിയായി. 10 മണിക്കാണ് തുടങ്ങിയത്. 2 മണിക്കൂർ ഒരു കംപ്ലീറ്റ് ആക്കി. അന്നേരം ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് വരും. അങ്ങനെ 12 മണി കൊണ്ട് കഴിയുമ്പോഴത്തേക്ക് അനുമോളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ അനുമോള് താഴെ ഇറങ്ങുകയാണ്. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, 2 മണിക്കൂറോളം അനുമോളോടെ നിൽക്കുന്നുണ്ട്. അനുമോളൊക്കെ വീണ് നല്ല പാടാ കേട്ടോ. നല്ല ഇതാണ്. അനുമോൾക്ക് 6 പോയിന്റാണ് കിട്ടുന്നത്. 12:45 ആകുമ്പോഴത്തേക്ക് മഴ വരുന്നുണ്ട്. മഴ വരുന്ന സമയത്ത് മൈക്കൂർ സമയത്ത് ഒരു കൈ ബിക്കോസ് പറയുന്നത് ഒരു കൈ മാറ്റിയിട്ട് മൈക്കൂർ എന്ന് പറയും. ഒരു കൈ ഇടാൻ എല്ലാവർക്കും മഴ കാണുമ്പോൾ കിട്ടി 12:45. പിന്നെ 1:40 ആയപ്പോഴത്തേക്ക് മഴ പോയി മൈക്കൂർ അവിടെ ചെറിയൊരു പ്രശ്നം നടക്കുന്നുണ്ട്. 3 പേര് മാത്രമാണല്ലോ. സാബു ആര് 3 പേരും കട്ടക്ക് നിൽക്കുകയാണ്. സാബു മൈക്കിടാണ് മൈക്കിടാൻ എടുക്കുന്നത്. അപ്പൊ അതിനുള്ള ആരെടുത്ത് മൈക്കിടാൻ വരുന്ന സമയത്ത് തന്നെ ആര് കൈ പറഞ്ഞാൽ ബാക്കി എല്ലാവരും അനുമോള് മുകളിൽ കയറി ആ മൈക്കിൽ ഇടാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് മാത്രമാണ് ഒരു കൈ വിട്ടിട്ട് അതിനകത്തുള്ള മൈക്കെടുക്കും അനുമോൾ കൊടുക്കുന്നത്. ആദ്യം തന്നെ എടുക്കും. അതവിടെ സംസാരമുണ്ടോ? മൂളയും സാബു അവിടെ സംസാരിക്കുന്നുണ്ട്, നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ആരും അങ്ങോട്ട് വിട്ടുകൊടുക്കത്തില്ല. കാര്യം അവനകത്ത് ഒരു ലൂപ്പ് ഹോൾ ഉണ്ടാക്കി. മൈക്ക് ഇടാൻ വന്നതിന്റെ പേരിലാണ് ഞാനത് എടുത്തതെന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് അതിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്നില്ല. പിന്നെ ഒരു 1:50 ആകുമ്പോഴത്തേക്ക് 100 താഴെ ഇറങ്ങി. ആലോചിക്കുക, 10 മണിക്ക് തുടങ്ങിയതാണ്. 11 മണി, 12 മണി, 1 മണി, 1:50 മിനിറ്റ് 1:50 കഴിഞ്ഞതിന് ശേഷമാണ് 100 ഇറങ്ങുന്നത്. 7 പോയിന്റാണ് 100 കിട്ടുന്നത്. 100 അതിനെ ഒന്ന് എടുത്തിറക്കായിരുന്നു. 100 വൈകിയ കേട്ടോ. 3 മണിക്കൂർ നേരെ നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ നെവിനൊന്നും നിൽക്കത്തില്ല. എനിക്ക് സപ്പോർട്ട് ചെയ്ത് വെറുതെ നിൽക്കണമെന്ന് പറഞ്ഞാൽ നിൽക്കത്തില്ല. അങ്ങനെ പാടിനകത്ത് കയറി 3 മണിക്കൂർ നമുക്കൊന്നും ചിലപ്പോൾ പറ്റുന്നു വരുന്നില്ല. ഇത്ര മണിക്കൂർ 3-4 മണിക്കൂർ നിൽക്കാന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. അതൊക്കെ അത് കഴിഞ്ഞിട്ട് 3 മണിയാവും. സാബുവും ആരെങ്കിലും മാത്രമാണ് 3 മണിയാവുന്ന സമയത്ത് വിജയകരമായി 5 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് 3 മണി കഴിയുമ്പോഴത്തേക്ക് ഇവന്മാർ രണ്ടുപേരും കൂടെ ഒരു ധാരണയിലേക്കാണ്. ഒരു ഗെയിം കളിച്ച് ഗെയിമിൽ അത് തോക്കുന്നവര് കൈ വിട്ടിട്ട് പോകണം. ഇതാണ് അങ്ങനെ ഇവന്മാർ മറ്റേ പേര് പറഞ്ഞ് കളിക്കുകയാണ്. എനിക്കറിയില്ല
അങ്ങനെ ഒരു 3:25 ആയപ്പോഴത്തേക്ക് ഗെയിം അവസാനിക്കുകയാണ്. അപ്പൊ 10 മണിക്ക് തുടങ്ങിയ ഗെയിം 3:25 ആയപ്പോഴാണ് അവസാനിക്കുന്നത്. ഞാനിവിടെ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഗെയിം കഴിഞ്ഞതിന് ശേഷം താഴെ വന്നാൽ കിടക്കുകയാണ്. ആര്യൻ ഗെയിം കഴിഞ്ഞ് നൈസായിട്ട് അവൻ ഇറങ്ങി നടന്ന് കൂളായിട്ട് 5 മണിക്കൂർ ഞാനവിടെ നിന്നത് ഞാൻ അത്ഭുതപ്പെട്ടു. അവൻ ഓക്കെ പറഞ്ഞ് ഇറങ്ങി മനസ്സിലായോ? ഗെയിം കൊണ്ട് വരുമ്പോ ഇവനെ കവച്ചു വെക്കാൻ അവിടെ ഈ സീസണിൽ ആരില്ല. ആര്യനെ കവച്ചു വെക്കാൻ ഫിനാലെ അവൻ ഇങ്ങനെയുള്ള ടാസ്ക് കൊടുക്കുവാണെങ്കിൽ കായികപരമായിട്ടുള്ള ടാസ്ക് കൊടുക്കുവാണെങ്കിൽ ഫിനാലെ ആര്യം അതുകൊണ്ട് നിങ്ങൾ ബുദ്ധിപരമായിട്ടുള്ള ടാസ്ക് കൊടുക്കണം. അതിനകത്ത് ആരും പറയാൻ പറ്റില്ല. കായികപരമായിട്ടുള്ളതാണെങ്കിൽ ആരും ടിക്കറ്റ് ഫിനാലെ സോ എല്ലാ തരത്തിലുള്ള ടാസ്കും ഞാൻ ഉൾപ്പെടുത്തുന്നതാണ് എന്റെ ഒരു അപേക്ഷ. ഇത് സ്ഥാപനം പറയുന്നത് ബിഗ് ബോസ് ഇതൊക്കെ പോയി നോക്കുകയാണെങ്കിൽ ആരും 9 സാബ് 8 107 അനുമോൾ 6 4 5 അക്ബർ 4 അനീഷ് 3 2 പിന്നെ എല്ലാ ബിഗ് ബോസ് സീസണിലും കണ്ടുവരുന്ന കാര്യമാണ് ബിഗ് ബോസിന്റെ അവസാന ഘട്ടത്തിലോട്ടൊക്കെ എത്തുമ്പോഴത്തേക്കും ഈ PR ടീം ഭയങ്കരമായിട്ട് ഉയർന്നു പ്രവർത്തിക്കും. ഭയങ്കരമായിട്ട് ഇവന്മാര് ബിഗ് ബോസിനെ അടിച്ചാക്ഷേപിക്കും. ബിഗ് ബോസിന്റെ അകത്തുള്ള ഡയറക്ടേഴ്സിനെയും ക്രൂ മെമ്പേഴ്സിനെയും എതിരെ ആരോപണങ്ങൾ അടിച്ചിറക്കും. നമ്മുടെ കമന്റ് സെക്ഷനിൽ വന്നിട്ട് നമുക്കെതിരെ ഇവന്മാർ സംസാരിക്കും. അപ്പൊ ഞാൻ അനുമോൾ എന്തെങ്കിലും പറയുന്നെങ്കിൽ അനുമോളുടെ ഫാൻസ് വന്നിട്ട് ഇന്നത്തെ കമന്റ് സെക്ഷൻ നോക്കിയാൽ മനസ്സിലാവും അനുമോളുടെ ഫാൻസിന്റെ ബഹളമായിരുന്നു. അപ്പൊ ഈ ഫിനാലെ എടുക്കുമ്പോഴത്തേക്ക് ഇത് എല്ലാ സീസണിലും ഉള്ളതാണ്. അന്നേരം നിങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കമന്റ് ഇവന്മാരുടെ ഈ ഒരു PR പരിപാടി കണ്ടിട്ട് വോട്ട് ചെയ്യാൻ നിൽക്കരുത്.